JEE മെയിൻ 2026 ഫേസ് 1 ജാനുവരി 23 ഷിഫ്റ്റ് 2 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അവസാനത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 25. തന്നിരിക്കുന്ന റിയാക്ഷൻ ആദ്യമേ ഒരു റിയാക്ഷൻ അൻഹൈഡ്രസ് AlCl3യുടെ കൂടെ കൊടുത്തിട്ടുണ്ട്, പിന്നീട് അക്വസ് NaOH. മെയിൻലി ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് എന്നുള്ള ചാപ്റ്ററിലെ ആൽഡോൾ കണ്ടൻസേഷൻ എന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഫിഡൽക്രാഫ്റ്റ് അസൈലേഷനാണ്. ബെൻസീൻ റിങ്ങിലേക്ക് ഈ കോമ്പൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അൻഹൈഡ്രസ് AlCl3യുടെ പ്രസൻസ്. അപ്പോൾ AlCl3 ഈ ക്ലോറിനെ കൊണ്ടുപോവുകയും ഒരു അസൈൽ കാറ്റയോൺ ക്രിയേറ്റ് ആവുന്നു. അസൈൽ കാറ്റയോൺ നേരെ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ കയറി അറ്റാക്ക് ചെയ്യുന്നു. നമുക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഇതാ ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. ബെൻസീൻ റിങ്, C ഡബിൾ ബോണ്ടോ CH2 CH2 C ഡബിൾ ബോണ്ടോ CH3. ശേഷം രണ്ടാമത് കൊടുത്തിരിക്കുന്നത് അക്വസ് NaOH ആൻഡ് ഹീറ്റിംഗ് ആണ്. ഇത് ആൽഡോൾ കണ്ടൻസേഷനാണ്. ആൽഡോൾ കണ്ടൻസേഷൻ നടന്നു കഴിയുന്ന സമയത്ത് ഇത് വിത്തിൻ ദ മോളിക്യൂളാണ് നടക്കുക. നോക്കിയേ, ഈ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിൻ്റെ ഈ ഓക്സിജൻ ഇവിടുന്ന് പോകുന്നു, ഇവിടുത്തെ 2 ആൽഫ ഹൈഡ്രജൻ ഇവിടുന്ന് പോകുന്നു, ഈ കാർബൺ ഇങ്ങോട്ട് കണക്റ്റ് ആവുന്നു. ഓക്കെ, നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ 1 2 3 4 5 എന്ന് മാർക്ക് ചെയ്യാം. 5ാമത്തെ കാർബൺ 1ാമത്തെ കാർബണിലേക്ക് കണക്റ്റ് ആവും. സോ നമ്മുടെ പ്രൊഡക്റ്റ് എഴുതുന്ന സമയത്ത് ഇതാ ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. ഇത് ബെൻസീൻ റിങ്, ഇവിടെ ഒരു 5 കാർബൺ റിങ് ഉണ്ടാവും. ഓക്കെ, ഇത് 1ാമത്തെ കാർബൺ ആണെങ്കിൽ 1 2 3 4 5ാമത്തെ കാർബണായിട്ടാണ് കണക്ഷൻ വരിക. ഒരു ഡബിൾ ബോണ്ട് വഴിയായിരിക്കും കണക്ഷൻ വരിക. 4ാമത്തിൽ ഒരു ഡബിൾ ബോണ്ട് വഴിയും ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു മോളിക്യൂളിലെ ഓക്സിജൻ്റെ പെർസെൻറ്റേജാണ്. നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1 2 3 4 5 6 7 8 9 10 കാർബൺ ഉണ്ട്. 10 കാർബൺ, ഒരു ഓക്സിജൻ, ബാക്കിയുള്ള ഹൈഡ്രജൻ എല്ലാം കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് വരും 157. നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ. ടോട്ടൽ മോളിക്കുലാർ മാസ് 157. ഇതിന് മൊത്തത്തോടെ ഒരൊറ്റ ഓക്സിജനേ ഉള്ളൂ, ഓൺലി 1 ഓക്സിജൻ. അതിൻ്റെ മോളിക്കുലർ ആറ്റോമിക് വെയിറ്റ് എത്രയാണ്? 16 × 100. ഈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ 10.19% എന്നാണ് വരിക. ക്ലോസസ്റ്റ് ഇൻറ്റീജർ എത്ര വരും? 10 എന്ന് വരും. 10 ഈസ് എ ക്ലോസസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ദാറ്റ് യു ഹാവ് ടു ഫിൽ ഹിയർ.